സ്വിറ്റ്സർലാൻഡിലേക്ക് ഒരു യാത്ര പോകാൻ എത്ര ചിലവാകും? സ്വിറ്റ്സർലാൻഡ് സീരീസ് തുടങ്ങിയത് മുതൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചതും ഈ ചോദ്യമാണ്. ഞാൻ ഈ സീരീസിന്റെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ് ഷെങ്കൻ വിസ കിട്ടിയ ഒരു വർഷമായിട്ടും ഞങ്ങൾ സ്വിറ്റ്സർലാൻഡ് പോകാത്തതിന്റെ റീസണും ഈ ചിലവ് തന്നെയാണ്. ഞങ്ങൾ ഇതുവരെ ട്രാവൽ ചെയ്തതിൽ ദ മോസ്റ്റ് എക്സ്പെൻസീവ് കൺട്രിയാണ് സ്വിറ്റ്സർലാൻഡ്. യാത്രയുടെ ചിലവുകൾ ഓരോരുത്തർ യാത്ര ചെയ്യുന്ന രീതിക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. എന്നാലും ഏകദേശ ചിലവുകൾ ഇന്ത്യൻ റുപ്പീസ് പറഞ്ഞാൽ UK-യിൽ നിന്നും ട്രാവൽ ചെയ്തുകൊണ്ട് ഒരാളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഏകദേശം 4300 ഇന്ത്യൻ റുപ്പീസ് ആയിരുന്നു. ഇന്ത്യയിൽ നിന്നാകുമ്പോൾ ഇപ്പോഴത്തെ റേറ്റ് ഏകദേശം അത് 28,000 മുതൽ 42,000 വരെ കാണുന്നുണ്ട്. ഒരു നേരത്തെ ഒരു സാൻഡ്വിച്ച് പോലത്തെ ഒരു ലൈറ്റ് ഫുഡിന് ഏകദേശം 1000 രൂപ, കോഫി 400-450 രൂപ, മിനിമം ബസ് ടിക്കറ്റ് ഫെയർ ഒരാൾക്ക് ഏകദേശം 430, ട്രെയിൻ ടിക്കറ്റ് ടു ലൗട്ടർബണ്ണൻ ഒരാൾക്ക് ഏകദേശം 5600 രൂപ. എന്തിനധികം നമ്മൾ വാൾട്ടർ വൈറ്റ് ഉപയോഗിച്ചു പോയ ഈ ക്യാമ്പറിലെ താമസത്തിന് 2 ദിവസത്തിന് കൊടുത്തു 16,000 രൂപ. ഇതൊക്കെയാണ് സ്വിറ്റ്സർലാൻഡിൽ ഞങ്ങൾ പോയ ഏരിയയിലെ ഏകദേശ ചിലവുകൾ. ഈ പറഞ്ഞ ചിലവുകളൊക്കെ നമ്മൾ ഏത് സീസണിൽ ബുക്ക് ചെയ്യുന്നു, എപ്പോൾ ബുക്ക് ചെയ്യുന്നു എന്നൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഒരു ഏകദേശ കണക്കുകൾക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഇനി ബഡ്ജറ്റ് ട്രാവലേഴ്സിന് സേവ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. സ്വിസ്സിലെ യാത്രകൾക്ക് വ്യക്തമായ ഒരു പ്ലാൻ നേരത്തെ ഉണ്ടാക്കാം. സ്വിസ് ഹാഫ് ഫെയർ കാർഡ് എടുത്താൽ സ്വിറ്റ്സർലാൻഡിലെ എല്ലാ യാത്രകൾക്കും ഒരു മാസത്തേക്ക് നമുക്ക് 50% ഡിസ്കൗണ്ട് കിട്ടും. നമ്പർ ഓഫ് ഡേയ്സ്, പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റിന്റെ കോസ്റ്റും വിത്ത് ആൻഡ് വിത്തൗട്ട് ഹാഫ് ഫെയർ കാർഡുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ചിലപ്പോൾ ഹാഫ് ഫെയർ കാർഡ് എടുക്കുന്നതിലൂടെ ഒരു എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റും. ഡ്രൈവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു കാർ റെന്റലുമായി ആ കോസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ചിലപ്പോൾ അതായിരിക്കും ദ ബെസ്റ്റ് ഓപ്ഷൻ. അക്കോമഡേഷൻസ് പൊതുവെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് സ്വിസ്സിൽ. സോ ഹോട്ടൽസ്, എയർബിഎൻബി അല്ലെങ്കിൽ ഹോസ്റ്റൽസ് ഒക്കെ കമ്പയർ ചെയ്ത് ആക്സസിബിൾ ആയ ഏരിയ നോക്കി നേരത്തെ ബുക്ക് ചെയ്യുക. ചില എയർബിഎൻബിസും ഹോട്ടൽസൊക്കെ നമ്മൾ താമസിക്കുന്ന ടൗൺ എക്സ്പ്ലോർ ചെയ്യാൻ ട്രാൻസ്പോർട്ടിനുള്ള ഒരു ഗസ്റ്റ് കാർഡ് തരും. ഉണ്ടെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യാം. ഫുഡിനായി കോop, മൈഗ്രോസ് പോലുള്ള സൂപ്പർ മാർക്കറ്റ് ചെയിൻ ചൂസ് ചെയ്യാം. മിക്കതിലും ഹോട്ട് ഫുഡും കിട്ടും. പീക്ക് സീസൺസ്, പബ്ലിക് ഹോളിഡേയ്സ്, സ്കൂൾ വെക്കേഷൻസ് ഒക്കെ പൊതുവെ ഫ്ലൈറ്റ് ടിക്കറ്റും സ്റ്റേയും ചിലവ് കൂടുതലായിരിക്കും. പറ്റുമെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. ഈ നാട്ടിലെ ചിലവ് പോലെ തന്നെ ഇവിടെ ജോലി ചെയ്യുന്നവർക്കുള്ള ഇൻകം വളരെ കൂടുതലാണ്. മണിക്കൂറിൽ ഏകദേശം 25 സ്വിസ് ഫ്രാങ്ക്, അതായത് 2700 രൂപയോളം. സാധാരണ UK-യിലെ പൗണ്ടുമായി യൂറോപ്പ് കാണാൻ ചെന്നാൽ കുറെ കൺട്രികളൊന്നും എക്സ്പെൻസീവായി തോന്നാറില്ല. പക്ഷെ പൗണ്ട് പോലും മുട്ടുമടക്കിയ ഒരു രാജ്യമായിരുന്നു സ്വിറ്റ്സർലാൻഡ്. നിങ്ങൾ ആരെങ്കിലും ഇന്ത്യൻ റുപ്പി കൺവേർട്ട് ചെയ്ത് സ്വിസ് കാണാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. അതുപോലെ ഞാൻ വിട്ടുപോയ എന്തെങ്കിലും ടിപ്സ് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. സ്വിറ്റ്സർലാൻഡ് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊരു ഹെൽപ്പാകും. മറ്റൊരു യാത്രയിലൂടെ വീണ്ടും കാണാം. ബൈ.